പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ മേഖല കുതിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രതിരോധ മേഖല കണ്ട് മേഖലയിലെ പ്രവർത്തനങ്ങളും സാങ്കേതിക വിദ്യകളും ഒക്കെ കണ്ട് ലോകം തന്നെ അമ്പരക്കുകയാണ്. ഇപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യ വികസിപ്പിച്ച തദ്ദേശീയ ആയുധങ്ങളുടെ ഒരു പ്രദർശനമുണ്ടായിരുന്നു. അപ്പോൾ പ്രതിരോധ മേഖല എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. അപ്പോൾ ലോകം തന്നെ അമ്പരക്കുന്ന ഒരു പ്രതിരോധ മേഖലയുമായി ഇന്ത്യ കുതിക്കുമ്പോൾ തീവ്രവാദ ശക്തികൾ അല്ലെങ്കിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾക്കൊക്കെ ഒരു താക്കീതല്ല ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. ഇന്ത്യയുടെ വളർച്ചയ്ക്കും വികാസത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് പ്രതിരോധ മേഖല. അത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് ലോക രാഷ്ട്രങ്ങളെല്ലാം തന്നെ പ്രതിരോധ ആയുധ വിൽപ്പനയിലൂടെയാണ് അവരുടെ വലിയ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ വിൽപ്പനക്കാരൻ അമേരിക്ക തന്നെയാണ്. രണ്ടാമത്തെ വിൽപ്പനക്കാർ ചൈനക്കാരാണ്. അപ്പോൾ ചൈനയും അതേപോലെ തന്നെ അമേരിക്കയും വലിയ തോതിൽ ആയുധങ്ങൾ ഉണ്ടാക്കി ആ ആയുധങ്ങൾ വിറ്റ് അവരുടെ ആയുധങ്ങൾ വാങ്ങിയിട്ടാണ് നമ്മുടെ ഇസ്രായേലും അതേപോലെ തന്നെ ഹമാസും ഒക്കെ എന്ത് ചെയ്യുന്നത്, യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ എവിടെയും യുദ്ധം നടക്കുന്നതിന് ഇതാവശ്യമാണ്. യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. യുദ്ധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഇതിൻ്റെ ഒരു താല്പര്യമാണ്. ഈ താല്പര്യത്തിൽ ഇന്ത്യയുടെ പൊതു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സമാധാനപരമായ സഹവർത്തിത്വം തന്നെയാണ്. അതാണ് ഏറ്റവും ബെസ്റ്റ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇന്ത്യ തുടരുന്നത്. പക്ഷേ ഇന്ത്യ കൊടുക്കുന്ന സൂചന ഇതാണ്, ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സമാധാന പ്രേമികളാണ് എന്നതുകൊണ്ട് ഞങ്ങളുടെ മെക്കെട്ടുകാരെ നിങ്ങളാരും വരേണ്ടതില്ല എന്ന് ഒരു സന്ദേശം ഇന്ത്യ കുറേ കാലങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. കാരണം നമ്മൾ രാജസ്ഥാൻ മരുഭൂമിയിൽ അണ്വായുധ പരീക്ഷണം നടത്തി ലോകത്തെ ഞെട്ടിച്ചാണ്. ലോകം അറിയുന്നത് നമ്മളത് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ്. അപ്പം അങ്ങനെ നമ്മൾ വലിയൊരു അണുശക്തിയായിട്ട് മാറി തീർന്നു. പിന്നീട് മോദി ഗവൺമെൻറ് വന്ന സമയത്ത് മോദി അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും വീണ്ടും നമ്മൾ അണ്വായുധ പരീക്ഷണം നടത്തുകയും ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്തു. ഇതേ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ മിസൈൽ പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. ആ മിസൈൽ പദ്ധതികൾ വളരെ നേരത്തെ തന്നെ പ്രാബല്യത്തിൽ വന്നതാണെങ്കിലും മോദി അതിന് ഒരു പ്രചോദകനായി മാറുകയും മോദി അതിന് പണം കൊടുക്കുകയും ചെയ്തു. കാരണം മോദിയുടെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് എന്നുള്ളതാണ്. അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോൾ ആകാശക്കുതിപ്പ് എന്ന നിലക്ക് നമ്മളുടെ മിസൈലുകളെല്ലാം ആകാശത്ത് ഇങ്ങനെ ചീറിപ്പാറിഞ്ഞ് നടക്കുന്നത്. തദ്ദേശീയമായിട്ട് നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടുള്ള പല ആയുധങ്ങളും മറ്റു പല രാഷ്ട്രങ്ങൾക്കും വേണ്ടിവരും. അവർ സ്വാഭാവികമായിട്ടും അതിന് നമ്മളുടെ മുന്നിൽ വരികയും നമ്മുടെ കച്ചവടം വികസിക്കുകയും ചെയ്യും. ഈ കച്ചവടമാണ് യഥാർത്ഥത്തിൽ ആധുനിക കാലത്ത് ഒരു രാഷ്ട്രത്തെ കൂടുതൽ സമ്പന്നമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ പിന്നോക്ക് പോയിട്ട് കാര്യമില്ല. ചൈന വിൽക്കുന്നത് പോലെ നമുക്കും ആയുധങ്ങൾ വിൽക്കാനായിട്ട് കഴിയണം എന്നത് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. അമേരിക്ക വിൽക്കുന്നത് പോലെ നമുക്കും ആയുധങ്ങൾ വിൽക്കാനായിട്ട് കഴിയണം എന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ പലപ്പോഴും നമ്മളിപ്പോൾ കുറേ അന്തർവാഹിനികൾ നമ്മൾ വാങ്ങിച്ചു. അതെ, അങ്ങനെ വാങ്ങിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ പിന്നിൽ വലിയ അഴിമതി എപ്പോഴും ഉണ്ടാവാറുള്ളതാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും നമ്മൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രതിരോധ ആയുധങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് നമ്മൾ വാങ്ങാൻ പാടില്ല. നമ്മൾ തന്നെ ഉണ്ടാക്കി അത് വളർത്തി അങ്ങനത്തെ ഒരു രീതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ലാഭം നമുക്കുണ്ടാവും. ചിലപ്പോൾ കമ്മീഷൻ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കമ്മീഷൻ അടിക്കാൻ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ട്. അതിലൂടെ കമ്മീഷൻ വാങ്ങിച്ചാലും മതി. പക്ഷേ പ്രതിരോധ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വളർത്തിയെടുക്കുകയും വികസിപ്പിക്കുകയും ചെയ്താൽ നമുക്കുണ്ടാകുന്ന ലാഭം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ആ കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്ന തരത്തിലാണ് ഈ റിപ്പബ്ലിക് പരേഡിൽ നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പല ആയുധങ്ങളും അതിൻ്റെ അകത്ത് നമ്മൾ പ്രദർശിപ്പിച്ചത്. പ്രദർശിപ്പിക്കാത്ത ആയുധങ്ങൾ ഇനിയുമുണ്ട്. അത് നമുക്ക് പ്രദർശിപ്പിക്കണം എന്ന് തോന്നുമ്പോൾ മാത്രം നമ്മൾ പ്രദർശിപ്പിക്കുകയുള്ളൂ. കാരണം വിൽപ്പന സാധ്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് പ്രദർശനം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയ എക്സ്പോ ഉണ്ടല്ലോ, ഇൻഡസ്ട്രിയൽ എക്സ്പോ ഒക്കെ നടക്കുന്ന സമയത്ത് ഓരോരോ കമ്പനികൾ അവരുടെ പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്ന പോലെയാണ് റിപ്പബ്ലിക് പരേഡ് എക്സ്പോ ആണത്. സാധനം വേണമെങ്കിൽ വന്ന് വാങ്ങണേ എന്ന് ലോകത്തോട് പറയുന്ന ഒരു രീതിയാണ് ശരി. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. തീവ്രവാദികളെ കൂടെ ബോധ്യപ്പെടുത്തട്ടെ, ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളുടെ മെക്കിട്ട് കയറണ്ട, പക്ഷെ നിനക്ക് വേണമെങ്കിൽ വേറെ സ്ഥലത്ത് തീവ്രവാദം നടത്താൻ ഇത് ഉപയോഗിക്കാം, വാങ്ങിച്ചോളൂ എന്നുള്ള സന്ദേശവും അതിൻ്റെ അകത്തുണ്ടാവും. പക്ഷേ ആയുധങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മളുടെ പ്രതിരോധ കോട്ട എപ്പോഴും ഉറപ്പിച്ചു നിർത്താനായിട്ട് പറ്റുള്ളൂ. ദുർബലമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളുടെ മേൽ മറ്റ് ശക്തികളുടെ അക്രമങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത് താലിബാൻമാരൊക്കെ കിടക്കുകയാണ് ചെയ്യുന്നത്. അവന്മാരൊക്കെ ഇങ്ങോട്ട് കടക്കാനായിട്ട് ആഗ്രഹിക്കാത്തത് അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിക്കാൻ തയ്യാറല്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളുടെ ആയുധശക്തി തന്നെയാണ്. പാകിസ്ഥാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആധുനിക കാലത്ത് അതിൻ്റെ സംവിധാനത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. നമ്മൾ രാഷ്ട്രത്തെക്കുറിച്ച് സങ്കല്പിക്കുന്ന സമയത്ത്
എപ്പോഴും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ട്രംപ് അധികാരത്തിൽ വന്നു. ട്രംപ് ലോകത്തോടൊക്കെ അതേവരെ ഉണ്ടായിരുന്ന ക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സംസാരിക്കുന്നു. അങ്ങനെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് പലരും അതിനെ വിശകലനം ചെയ്യുമ്പോൾ പറയുന്നത് ട്രംപിന് മുകളിൽ വലിയ ഒരു ഇൻഡസ്ട്രിയൽ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട് എന്നാണ്. ലോകത്തുള്ള എല്ലാ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും കൂടിയാണ് ഇത്തരം ശക്തികളെ നയിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആ രീതിയിലുള്ള ആധിപത്യം നമുക്ക് ഇന്ത്യക്ക് കുറവാണ്. കാരണം നമ്മളുടെ മൾട്ടിനാഷണൽ കമ്പനികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറവാണ്. തദ്ദേശീയമായിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ വളരെ വിരലിലെണ്ണാവുന്ന മാത്രമാണ് ഇന്ത്യക്കുള്ളൂ. ഇന്ത്യയിൽ തന്നെ വലിയ തോതിൽ ഇപ്പോൾ എന്താണ് കൺസ്യൂമർ ഐറ്റംസ് ഒക്കെ വിറ്റഴിക്കുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ കമ്പനികളാണ്. നമ്മുടെ ടൂത്ത് പേസ്റ്റ് അടക്കമുള്ള സാധനങ്ങൾ മിക്കവാറും കോൾഗേറ്റിൻ്റെ ആയി കഴിഞ്ഞാലും അതേപോലെ തന്നെ ക്ലോസപ്പിൻ്റെ ആയി കഴിഞ്ഞാലും ഈ കമ്പനികളൊക്കെ അമേരിക്കൻ കമ്പനികൾ. നമുക്കൊന്നും അതിലും ഒരു ആധിപത്യമില്ല എന്നതാണ്. എന്നുവെച്ചാൽ ഈ കമ്പനികൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മളുടെ നിന്ന് പണം അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഈ ആയുധപ്പുരയുടെ കാര്യത്തിലും. അത് നമ്മൾ മറികടക്കാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ പരീക്ഷണം നടത്തണം. നമുക്ക് ആവശ്യമായിട്ടുള്ള തലച്ചോറുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, നമുക്ക് പണം അതിൻ്റെ അകത്തേക്ക് പമ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയും. അതിൻ്റെ ശ്രമങ്ങളാണ് നടക്കുന്നത്. അത് നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ പറയുന്നത് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ടാബ്ലോയിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം നടത്തി. രക്ഷാ കവച് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനമെന്നാണ് പറയുന്നത്. വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനത്തെയാണ് രക്ഷാ കവച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ സിസ്റ്റം നേത്ര, ഇത് DRDO വികസിപ്പിച്ചതാണ്. ഈ നേത്ര എന്ന് പറയുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 155 mm പീരങ്കി ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനും സംവിധാനമുള്ള ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയൊക്കെ ഇത്തവണ ഈ പരേഡിൽ പരിചയപ്പെടുത്തിയിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച അരുദ്ര റഡാർ നാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ ശക്തിയേറിയ ടോർപിഡോ, ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനം തടസ്സപ്പെടുത്തുന്ന ധാരാശക്തി എന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്റ്റ് എനർജി ആയുധം തുടങ്ങിയവയും പുതിയ ആയുധങ്ങളായി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. തുറമുഖത്ത് സുരക്ഷിതമായി ആശയവിനിമയം സാധ്യമാവുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറുകളുള്ള റേഡിയോ സംവിധാനം, തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ ഫോൺ സംവിധാനം, തദ്ദേശീയമായി നിർമ്മിച്ച ഉഗ്രം എന്ന അസോൾട്ട് റൈഫിൾ തുടങ്ങിയവയും ഇത്തവണ പ്രദർശനത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കുതിക്കുകയാണ് എന്നുള്ളത്. ഇത് പാകിസ്ഥാനെയും അല്ലെങ്കിൽ ഇന്ത്യയെ ശത്രു രാജ്യമായി കാണുന്ന, ഇപ്പോൾ ചൈന ഉൾപ്പെടെ ഇപ്പോൾ വലിയ സൗഹൃദമാണെങ്കിലും ചൈനയ്ക്ക് ഇന്ത്യ വളരുന്നതിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തില്ലേ? അല്ല, ഇവരെ ഭയപ്പെടുത്തുക എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ മേൽ ഇവർക്ക് ഒരു കാരണവശാലും ആധിപത്യം പുലർത്താൻ കഴിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തൽ ഒരു പ്രശ്നമാണ്. അതായത് യുദ്ധം നടത്തിയാൽ നമുക്കും അവർക്കും നഷ്ടമായിരിക്കും. നമ്മൾ ചൈനയുമായിട്ട് അടിയുണ്ടാക്കാൻ പോയാൽ ചൈനയ്ക്ക് മാത്രമല്ല നഷ്ടം, നമുക്കും നഷ്ടം സംഭവിക്കുന്നു. അത് ആധുനിക കാലത്ത് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകൾ സുരക്ഷിതമായിട്ട് നിലനിർത്താനായിട്ട് യുദ്ധം സഹായകരമല്ല. ഇസ്രായേൽ വലിയ തരത്തിൽ പോയി ഹമാസിനെ അടിച്ചു പൊളിച്ചു തകർത്തു എന്നൊക്കെ പറഞ്ഞ് എത്ര കോടിക്കണക്കിന് രൂപയുടെ നഷ്ടവും ബാധ്യതയാണ് ഇതിൻ്റെ ഫലമായിട്ട് ഇസ്രായേലിനുണ്ടാകാൻ പോകുന്നത്. ഇസ്രായേൽ തകരുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പലസ്തീൻ എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്തുള്ള കെട്ടിടങ്ങൾ മുഴുവൻ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ ഉണ്ടായിരുന്ന മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഇല്ലാതാക്കി. എന്നുവെച്ചാൽ വലിയ ഉപദ്രവമാണ് ഒരു യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. അതിൽ ആര് ജയിച്ചു എന്ന് പറയുന്ന ചോദ്യം അപ്രസക്തമാണ്. അവിടെ 10,000-കണക്കിന് മനുഷ്യരുടെ കൂട്ടക്കുരുതി നടക്കുന്നു. അതേപോലെ ഭൗതികമായിട്ടുള്ള വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ഒരു രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക കുതിപ്പെന്ന് പറയുന്നത് മുരടിച്ചു പോകും. ഇസ്രായേൽ വലിയ തരത്തിലുള്ള കുഴപ്പത്തിലാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ തന്നെ നമ്മൾ കാണുന്നത്. മാത്രമല്ല, എന്തിനാണ് ഇപ്പോൾ അവർ ഈ യുദ്ധവിരാമത്തിന് പോയത്? വലിയ യുദ്ധങ്ങളൊക്കെ നടത്തി ഇടിച്ച് പൊളിച്ച് തകർത്ത് എന്നിട്ടും അവർക്ക് അവരുടെ രാജ്യത്തുനിന്ന് തട്ടിക്കൊണ്ട് പോയി അല്ലേ, ഹമാസ് തട്ടിക്കൊണ്ട് പോയിട്ടുള്ള ആളുകളെ അവർക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒത്തുതീർപ്പിലൂടെ മാത്രമാണ് അവരെ മോചിപ്പിക്കാനായിട്ട് കഴിഞ്ഞ്. അത് വലിയ നഷ്ടം തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അത് ശരിയായ സമീപനമല്ല എന്നുള്ളതിന് തെളിവാണ്. ഇന്ത്യയും ഒരിക്കലും ഒരാളെ ആക്രമിച്ച് സ്വയം നശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
പക്ഷേ മറ്റൊരാൾ കയറി ഇങ്ങോട്ട് അടിക്കാൻ പാടില്ല. അതുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്തണം, നീ വെറുതെ ആവശ്യമില്ലാതെ പിടച്ച് കയറല്ലേ, നിന്നെ ഞങ്ങൾക്ക് വളരെ നിമിഷത്തിനുള്ളിൽ ഭസ്മമാക്കി കളയാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ന്യൂക്ലിയർ പവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ന്യൂക്ലിയർ ശക്തിയാണ് നമുക്കിപ്പോൾ അമേരിക്കയോടും ചൈനയോടും ആ കാര്യത്തിൽ കിടപിടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താം. അങ്ങനെ ബോധ്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഈ പ്രദർശനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. പല കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നോവേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇന്നോവേഷനൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെ സഹായകരമാക്കി കൊണ്ടുപോകുന്നതിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതല്ല, ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് വിളിച്ചു പറയുന്നതിന് പകരമായിട്ടാണ് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, ആവശ്യമില്ലാതെ വന്നാൽ ഞങ്ങൾ താർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സമാധാനം എന്ന് പറയുന്നത് നിലനിർത്താനും മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. ആരെയും കയറി അടിച്ചിട്ട് കാര്യമില്ല, അടിക്കുന്നവരൊക്കെ തകരും. കാരണം എന്ന് വെച്ചാൽ അടിക്കലിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് രണ്ടുപേർക്കും ദുരന്തം ഉണ്ടാവുകയാണ്. നമ്മളൊരു 10 വർഷം പിന്നിലേക്ക് പോകും ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയത്. അതുകൊണ്ട് ഒരിക്കലും യുദ്ധം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല. യുദ്ധം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെറുതെ പള്ളിയിലച്ഛനെ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അക്രമികൾക്ക് അങ്ങനത്തെ സ്വഭാവമില്ല, അവരക്രമിക്കും. ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന സ്ഥലത്ത് മാത്രമാണ്. അപ്പോൾ ആ എല്ലാ സാധ്യതകളും എല്ലാ പഴുതുകളും നമ്മൾ അടച്ചു തീർക്കുകയാണ് ചെയ്യുക. വേണ്ട, ഇങ്ങോട്ട് ആരും കടക്കേണ്ടതില്ല. അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധശേഷി ഞങ്ങൾക്കുണ്ട്, ആരെയും ഞങ്ങൾക്ക് അടിക്കാനായിട്ട് കഴിയും. അതിനാണ് ഈ പുതിയ പുതിയ ആയുധങ്ങൾ വരുന്നത്. ഡ്രോൺ അടിച്ചു വീഴ്ത്താൻ പറ്റുന്നതായിട്ടുള്ള പീരങ്കിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പുതിയ കാലത്തിൻ്റെ ആവശ്യമാണ്. കാരണം ഇന്ന് മിക്കവാറും ആക്രമണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഡ്രോണുകളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പുതിയ കാലത്ത് ഇഴഞ്ഞു വരുന്നതായിട്ടുള്ള ആയുധങ്ങളുടെ നിര തകർക്കാൻ പറ്റുന്നതായിട്ടുള്ള പ്രതിരോധ സംവിധാനം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞു. അത് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വെറുതെ ഡ്രോണൊക്കെ ആയിട്ട് വന്ന് പൊട്ടിപ്പൊളിയല്ലേ എന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്.